belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ. We belong. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Not by sight, but by the faith we live. Not against flesh, not against flesh, but against the forces of darkness we fight. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are the army of Christ. We are Christ army. We are the army of Christ. We are Christ army. Holy Spirit, come with your fire. ക്രൈസ്റ്റ് ആർമി എന്ന് വന്നിരിക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ ഫയറും കൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈ ഫയർ സ്വീകരിക്കാം. Praise the Lord. Hallelujah. പുതിയ praise the Lord സിസ്റ്റർ പഠിപ്പിച്ചു തരാം. Praise the Lord. Praise the Lord. Very good. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തീയുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്തുള്ള സബ്ജക്റ്റിനെ കുറിച്ചാ? തീ, ഫയർ ഉള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഒരു ക്ലൂ ആണ് സിസ്റ്റർ പറഞ്ഞത്. ഫയർ, വാട്ടർ, ഡവ്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ചിലർക്കൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് എ ബോറിംഗ് ടോപ്പിക് ബട്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരെ പോലെ ആവും? ശക്തരും ധീരരും ആവും. നമ്മൾ സാംസനെ പോലെ ശക്തി ആർജിക്കും. ദാവീദ് രാജാവിനെ പോലെ നൃത്തം ചാടി തുള്ളിച്ചാടി നമ്മൾ ഇതുകൂടെയൊക്കെ നടക്കും. പരിശുദ്ധാത്മാവ് ആരാ മക്കളെ? പരിശുദ്ധാത്മാവ് പ്രാവാണോ? തീയാണോ? ജലമാണോ? പരിശുദ്ധാത്മാവ് ആരാ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എപ്പോഴും സിസ്റ്റർ ക്ലാസ് എടുക്കാൻ മുമ്പ് കുഞ്ഞുങ്ങളോട് ചോദിക്കും, പറയും സിസ്റ്റർ പ്രാവ്, വെള്ളപ്രാവ്, വെള്ളം ഇങ്ങനെ ലിവിങ് വാട്ടേഴ്സ്, ജീവൻ്റെ അരുവി പോലെ വരുന്നത്, അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സിമ്പിളാണ്, സൈൻസ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പറയില്ല ഒരു സൈനായിട്ട് നമ്മളത് കരുതുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഇസ് ദ തേർഡ് പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇത് പഠിച്ചിട്ടുണ്ട് കാരിസം ക്ലാസ്സിലെ? തേർഡ് പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ പറയാം, തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഗോഡ് പവർഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് സൺ, അത് കഴിഞ്ഞിട്ട് ഹോളി സ്പിരിറ്റിന് പവർ. അങ്ങനെയാണോ പവർ പോകുന്നത്? അല്ല, തെറ്റ്. പവർ ഇസ് ഈക്വൽ. ദൈവവും ഈശോയും പരിശുദ്ധാത്മാവും എല്ലാവരും ഒന്ന് ചേർന്നാണ് പരിശുദ്ധ ത്രിത്വം. അതിൽ നീ പവർഫുൾ, ഞാൻ കുറവ്, അങ്ങനെയില്ല. ഈക്വൽ പറയില്ലേ? പരിശുദ്ധാത്മാവും പിതാവും പുത്രനും എല്ലാം ഈക്വൽ ആണ്. പിതാവിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കണേ, ലോകം സൃഷ്ടിച്ചു, പക്ഷികളെ ഉണ്ടാക്കി, മൃഗത്തെ ഉണ്ടാക്കി, സർവ്വപ്രപഞ്ചത്തെയും പിതാവ് സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് വരുന്നൊരു കാലഘട്ടമാണ് ആര്? പുത്രൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യൂദയായാലും നസ്രത്തിലും എല്ലായിടത്തും പോയി ഈശോ എന്ത് ചെയ്തു? വചനം പ്രഘോഷിച്ചു, സൗഖ്യപ്പെടുത്തി എല്ലാവരെയും. അത് ഈശോയുടെ ഒരു കാലഘട്ടം. ഈശോ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 16-ാം അധ്യായത്തിൽ. എന്താ വായിക്കുന്നത്? ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും, ഒരു അഡ്വക്കേറ്റ്. ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ, ആൻ അഡ്വക്കേറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെ സഹായിക്കാൻ ഒരാളെ തരും. ആ ആള് വരണമെങ്കിൽ എന്ത് വേണം? ഞാൻ പോകണം. ഞാൻ പോയി കഴിഞ്ഞാലേ സത്യാത്മാവ് നിങ്ങളുടെ അരികിലേക്ക്
വരികയുള്ളൂ. സത്യാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് നൽകും. ഈശോ പോയി കഴിഞ്ഞപ്പോൾ വന്നൊരു കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം? പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മുടെ കൂടെ ഈ സഹായകൻ ഉണ്ട്. എപ്പോഴാണ് നമുക്ക് ഈ സഹായകനെ ലഭിച്ചത്? മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് ഈ സഹായകനെ ലഭിച്ചു. അതുപോലെ കൺഫർമേഷനിലൂടെ അതെന്തായി? ഉജ്ജ്വലിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ അത് ഉണർന്നു. പറയില്ലേ, ഈ തീ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോൾ കറുത്തിട്ട് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഉള്ളിൽ തീ ഉണ്ടാവും. നമ്മളത് ഊതുമ്പോൾ എന്തുണ്ടാവും? അതിങ്ങനെ കത്തും, തീ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ആ കോൾ അല്ലെങ്കിൽ ആ തീ ഉള്ളിൽ, അത് നമ്മൾ ഊതുമ്പോൾ എന്തുണ്ടാവും? അത് തീയായിട്ട് അഗ്നിയായിട്ട് പുറപ്പെടും. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഈ പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്തണം. ചിലപ്പോൾ പരിശുദ്ധാത്മാവൊക്കെ ഉറങ്ങുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് വേക്കപ്പ്, വേക്കപ്പ് ഹോളി സ്പിരിറ്റ്, വേക്കപ്പ്. എവറി ഡേ മോർണിംഗ് പറയണം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് പറയണം. ബ്രദർ ലോറൻസിൻ്റെ ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, വേക്കപ്പ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റുള്ള വ്യക്തികളെ കണ്ടാൽ തന്നെ നമുക്കറിയാം. ചിലവരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഒരു അട്രാക്ഷൻ. സിസ്റ്റർ പറയുന്നത് സ്പിരിച്വൽ അട്രാക്ഷനെ കുറിച്ചാട്ടോ. നമുക്ക് ചിലപ്പോൾ പറയില്ലേ, അവർ സംസാരിക്കുമ്പോൾ അത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് തോന്നും. വിശുദ്ധ പൗലോസ്ലീഹ സംസാരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ സ്ലീഹന്മാർ നിറഞ്ഞപ്പോൾ എന്തുണ്ടായി? അവരെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രീക്കുകാർക്കും ഹെബ്രായർക്കാർക്കും പല ഭാഷയിലായിരുന്ന പലർക്കും എന്തായി? അവരവരുടെ ഭാഷയിൽ അത് കേൾക്കാൻ തുടങ്ങി. പക്ഷേ പൗലോസ്ലീഹ സംസാരിച്ചത് ഒരു ഭാഷയിൽ, പക്ഷെ അവർ കേട്ടത് അവരവരുടെ ഭാഷയിൽ. അത്രയും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചതാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്നറിയോ? പഠിക്കാനുള്ള കൃപ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഹാർഡായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ഈ സബ്ജക്റ്റ് പഠിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ മറാഠി, ഹിന്ദി, മാത്സ് അതൊക്കെ ഹാർഡല്ലേ, സയൻസ് പിള്ളേർ യൂഷ്വലി പറയുന്ന സബ്ജക്ട്സാണ്, ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവെ പറ്റുന്നില്ല പഠിക്കാൻ, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ എന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം. പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഒരു കുഞ്ഞ് പറഞ്ഞ സിസ്റ്റർ ഓർക്കുക, ആ കുഞ്ഞിൻ്റെ വീട്ടിൽ മമ്മി ഇല്ലായിരുന്നു, മമ്മി മരിച്ചുപോയി. അപ്പോൾ കുഞ്ഞ് കാണുക, പപ്പ രാവിലെ എഴുന്നേക്കും, കറി വയ്ക്കും, എല്ലാ പണിയും വീട്ടിലെ പണിയും ചെയ്തു. അപ്പോൾ കൊച്ചിന് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, ഹെൽപ്പ് ചെയ്യണമെന്ന്. പക്ഷെ അവൾക്ക് അറിയില്ല പാത്രം കഴുകാനോ അല്ലെങ്കിൽ അടിച്ചു വാരാനോ. കുഞ്ഞി കൊച്ച്, അവൾക്ക് ഒന്നും ചെയ്യാനറിയില്ല. അപ്പോൾ ഇവൾ എവിടെയോ കേട്ടു പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിപ്പിക്കും നമ്മളെ. അപ്പോൾ അവൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിച്ചു തരുമോ, കുക്കിംഗ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു തരുമോ, സാമ്പാർ വയ്ക്കാൻ എന്നെ പഠിപ്പിച്ചു തരുമോ, ഡ്രോയിങ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു തരുമോ. നിങ്ങൾ വിശ്വസിക്കില്ല മക്കളെ, ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ശ്രവിച്ച് അവളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൾ എന്ത് ചെയ്താലും അത് നല്ല സൂപ്പറാവും, ബെസ്റ്റാവും എന്ന് പറയില്ലേ. നിങ്ങളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എന്താ ആഗ്രഹിക്കണേ? അത് മനോഹരമാകണമെന്നല്ല ആഗ്രഹിക്കണേ. അല്ലെങ്കിൽ പൊട്ടയായിക്കോട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും വരയ്ക്കുമോ? പാട്ട് പാടുമ്പോൾ എന്താ ഓർക്കുക? ദൈവമേ ഞാൻ പാടുമ്പോൾ നല്ല സ്വീറ്റ് വോയിസ് വരണം അല്ലേ, കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നണം. അതൊക്കെ വരുമ്പോൾ അതിൽ ആരാ ബ്യൂട്ടി ആഡ് ചെയ്ത് തരുന്നത്? ഹോളി സ്പിരിറ്റ് ആണ്. എല്ലാ മക്കളും പറയും ബോൺവിറ്റ വേണം മമ്മി, എനിക്ക് ബോൺവിറ്റ വേണം, ഹോർലിക്സ് വേണം അല്ലേ. ഹോർലിക്സ് കഴിച്ച് എന്തുപോലെയാവും നമ്മൾ? സ്ട്രോങ് മാൻ, അയൺ മാനിനെ പോലെയാവും അല്ലേ, അവഞ്ചേഴ്സിനെ പോലെയാവും. അപ്പോൾ ഇതേ ബോൺവിറ്റ, ഇതേ ഹോളി സ്പിരിറ്റിൻ്റെ ഇഫക്റ്റ് ആർക്ക്? ഈ ബോൺവിറ്റ ഹോർലിക്സിൻ്റെ ഇഫക്റ്റാണ് ആർക്ക്? ഹോളി സ്പിരിറ്റിന്. ഹോളി സ്പിരിറ്റ് ആഡ് സ്ട്രെങ്ത് ടു അവർ ലൈഫ്. നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ ഒക്കെ മറന്നു പോവില്ലേ, ചില കാര്യങ്ങളൊക്കെ മറന്നു പോവുകയും ചെയ്യും. അയ്യോ ഞാൻ മറന്നുപോയി, പരീക്ഷയിലിരിക്കുമ്പോൾ ആൻസർ മറന്നു പോവും, അല്ലെങ്കിൽ ഈ ബുക്ക് എടുക്കാൻ മറന്നു പോവും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യം മറന്നു പോകുമ്പോൾ ആരെ ഓർമ്മിപ്പിച്ച് തരും? ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് ഓർമ്മിപ്പിച്ച് ചെവിയിൽ പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? അയ്യോ ഇന്ന് നീ മറന്നു പോയില്ലോ, ഇന്ന് മരുന്ന് കഴിച്ചില്ലല്ലോ, ഇന്ന് ഹോംവർക്ക് ചെയ്തില്ലല്ലോ, ഹോംവർക്ക് ചെയ്തിട്ട് പോകും. അങ്ങനെ ആര് നമ്മളെ ഓർമ്മിപ്പിക്കും? പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, ക്ഷമിക്കാൻ പഠിപ്പിക്കും. പുണ്യങ്ങളിൽ വളരാൻ ആര് നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ, ക്രൈസ്റ്റ് ആർമി റിട്രീറ്റിന് വന്നപ്പോൾ കണ്ടില്ലേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ സൗണ്ട് വരും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കില്ലേ? ഇതെന്താ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഇങ്ങനെ കൈ ഉയർത്തി കുറേ എന്തൊക്കെയോ ബല 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 അല്ലേ സൗണ്ട് ഉണ്ടാക്കുന്നത്? എന്താ ഇതൊക്കെ നിങ്ങൾ തോന്നാറില്ലേ? അതിന് നമ്മൾ പറയും കാരിസംസ്. എന്ത് പറയും നമ്മൾ? വരങ്ങൾ എന്ന് പറയും നമ്മൾ. വരങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അത് നടന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളാണ് മക്കളെ. അത് നിങ്ങൾ കുഞ്ഞായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണില്ലേ? നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാവിന് ഗിഫ്റ്റ് ഓഫ് ടങ്സ് കിട്ടും, ഭാഷാവരം കിട്ടും. കുറേ മക്കൾക്ക് ഭാഷാവരം ഉണ്ടെന്ന് സിസ്റ്ററിന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഷാവരം ഉപയോഗിച്ച് എന്നും സ്തുതിക്കണം. ഈശോയെ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നവർ എന്താ പറയുന്നതെന്നറിയോ? ആരുടെ കൂടെ സ്തുതിക്കുന്നേ? മാലാഖമാരുടെ കൂടെ സ്തുതിക്കുന്നേ. അപ്പോൾ നമ്മൾ ഈ പറയും നിങ്ങൾ വട്ടായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല, ഒച്ചപ്പാടൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതല്ല. അത് എന്താ വട്ടായിട്ട് പ്രാർത്ഥിക്കുന്നതല്ല അങ്ങനെ. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭാഷാവരത്തിലൂടെ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊരു വലിയ വരമാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ്, എനിക്ക് വരങ്ങൾ വേണം. എന്ത് വേണം? വരങ്ങൾ. എനിക്ക് ഫലങ്ങൾ വേണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഏതാ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദ്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്. അതുപോലെ എനിക്ക് ഗിഫ്റ്റ്സ് വേണം. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സ്, ഫ്രൂട്ട്സ്, കാരിസംസ്. ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് വേണോ? ഈ ആത്മാവ് നമുക്ക് വേണം. വിശുദ്ധരെല്ലാവരും എന്താ ചെയ്തുകൊണ്ട് ഇരുന്നതെന്നറിയോ? വിശുദ്ധ യൗപ്രാസ്യാമിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ദർശനം വരും. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ ആണ്. വിശുദ്ധ യൗപ്രാസ്യാമ്മ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈശോ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണിക്കണ പോലെ കാണിച്ചു കൊടുക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ പപ്പയ്ക്ക് എന്തോ പറ്റിയല്ലോ, അയ്യോ എന്തോ, അപ്പം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവ് റിമൈൻഡ് ചെയ്തു തരും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് കുറച്ച് പേര് എന്നോട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ ആരോട് പറയണം? പരിശുദ്ധാത്മാവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആത്മാവ് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് അനുസരിക്കാൻ പറ്റും പപ്പയും മമ്മീനും. നമുക്ക് ഹോംവർക്ക് ചെയ്യാനും ദേഷ്യപ്പെടാതിരിക്കാനൊക്കെ പറ്റും. അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. അപ്പം നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ഒരു പറയും. നമുക്ക് ഷോക്ക് അടിക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് ഷോക്ക് അടിച്ച് എന്തുണ്ടാവും അല്ലേ? ഒരു പറയില്ല, ഒരു എന്തോ ഒരു മിന്നൽ പോലെ നിങ്ങളുടെ കറണ്ട് അടിക്കുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങൾ അടിച്ചിട്ടില്ല, കറണ്ട് അടിച്ചിട്ടില്ല എന്നറിയാം സിസ്റ്ററിന്, എന്നാലും പറയില്ല, ഒരു തീ പോലെ വരില്ലേ, ഒരു ബോഡി ഫുൾ പറയില്ലേ ഷോക്ക് അടിക്കണ പോലെ. പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടാവും? പരിശുദ്ധാത്മാവ് തീ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് മക്കളെ. അമേരിക്കയിലെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കുറച്ച് യുവാക്കൾ ഒരുമിച്ച് ബ്രേക്ക് ടൈമിൽ ഒരുമിച്ച് സ്തുതിച്ചപ്പോൾ എന്തുണ്ടായി? ആത്മാവ് അവരെ ഏറ്റെടുത്തു. അവരുടെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. കുറച്ച് പേരൊക്കെ, ചിലരൊക്കെ സ്വപ്നം ഇങ്ങനെ പറയില്ലേ, ദർശനവരം കണ്ടു തുടങ്ങി. ഇതൊക്കെ ആർക്കുണ്ടാവുന്ന പറയണേ? കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും ദർശനങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈശോയെ ഈ വരങ്ങൾ, ഈ ഫലങ്ങൾ, ഈ ദാനങ്ങൾ എനിക്കും നൽകണമേ എന്ന്. നമുക്ക് കണ്ണടയ്ക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദാനങ്ങൾ കൊണ്ട്, ഫലങ്ങൾ കൊണ്ട്, വരങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹോളി സ്പിരിറ്റിനെ അറിഞ്ഞനുഭവിച്ച ഒരു കൊച്ചിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. Hi, my name is Alicia Shajan. I am from Tilak Nagar Parish Church. When I went to the Christ Army retreat, during the adoration time, I felt like the Holy Spirit came inside me and I felt heavy. And during the night, I prayed to Jesus and slept very quickly. ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നൊരു വചനം പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണുന്നത് വരെ ഇന്ന് കിട്ടിയ ഹോളി സ്പിരിറ്റിന്റെ ഫയർ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. We are the army of Christ. Born by His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong. By His blood, cleansed by His word, born of the Spirit to the risen Jesus Christ we belong.